ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നൊരു നാടൻ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. ചക്ക വെച്ചിട്ട് ഒരു നാടൻ ഐറ്റാണ് ഇന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക കഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. കഷ്ണങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ചുളയൊക്കെ ഒന്ന് വേർതിരിച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചക്കക്കുരു അതും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. നമ്മൾ കുക്കർ അല്ലാതെയും ചെയ്യാം, നമുക്ക് ചട്ടിയിലോ അങ്ങനെ വേറെ പാത്രത്തിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ അരിഞ്ഞ ചക്ക കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ചക്ക പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടും കേട്ടോ. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റൗ ഓണാക്കി ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിലൊക്കെ വന്ന് ഫ്ലെയിം ഓഫാക്കി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചക്ക വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് പിന്നീട് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതുപോലെ ഒഴിച്ച് ഒന്ന് വറവിട്ടെടുക്കുക. അപ്പോൾ ഇത് വറവിടുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വാഴയിലൊക്കെ വെച്ചിട്ട് അതിലേക്ക് ചൂടോടുകൂടി വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ ഏത് കറീൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇപ്പോൾ ചിക്കൻ കറി റെഡിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ റെഡിയാക്കി നോക്കൂ കേട്ടോ. ഞങ്ങളവിടെ അതിന് ചക്ക കൂട്ടാൻ ചക്ക പുഴുക്ക് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.